ഇപ്പൊ പൊങ്കാല അടിപൊളിയായിട്ട് തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണത്തെ പൊങ്കാല എങ്ങനെയുണ്ട് കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും? എല്ലാ പ്രാവശ്യം ആള് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ സ്ഥലത്തിന് പരിമിതിയുണ്ടല്ലോ. എന്നാലും ഇവിടെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പോലെ ഫുള്ള് തന്നെയാണ്. ഇനി ഇപ്രാവശ്യം നമ്മൾ ഇവിടെ അടുത്ത് താമസിക്കുന്ന മോര് ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളം, പിന്നെ ഊണ് നമ്മുടെ ഇവിടുത്തെ പൗരസമിതിക്കാർ എല്ലാവരും കൊടുക്കുന്നുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ല. വലിയ ചൂടായിട്ടില്ല. അതുകൊണ്ട് പിന്നെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ ഇത്തവണ ഉണ്ട് തോന്നുന്നു അല്ലേ? കാണണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് കണ്ണൂര്, കാസർഗോഡ് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇവിടെ മുമ്പിലിരിക്കുന്ന കുറെ പേർക്ക് കണ്ണൂരിൽ നിന്ന് വന്നവരാ. ഇപ്പൊ കേരളത്തിൽ നിന്ന് മാത്രമല്ല, അന്യ സംസ്ഥാനങ്ങളിൽ ഇനി കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ വന്നു തുടങ്ങുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് വിദേശികളൊക്കെ അവിടെ വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഉണ്ട്, വിദേശികൾ വരുന്നുണ്ട്. വിദേശികൾ കൂടുതലും അമ്പലം തൊഴുവാനാണ് വരുന്നത്. അപ്പൊ അല്ല, അവര് കുറച്ച് പേര് ഹിന്ദുമത വിശ്വാസി എന്നും പറഞ്ഞ് കുറെ പേര് ഹിന്ദു കൺവേർട്സും ഉണ്ട്. കുറെ പേരൊക്കെ തൊഴുന്നുണ്ട്. കൊട്ടാരത്തിൽ ഇത്തവണത്തെ പൊങ്കാല ആഘോഷങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ആഘോഷം ഇവിടെ അടുപ്പ് കൊളുത്ത് അമ്മയാണ് അടുപ്പ് കൊളുത്തുന്നത്. ഞങ്ങൾ ഇവിടെ പോയി അടുപ്പ് കൊളുത്തിട്ട് പിന്നെ ആൾക്കാരൊക്കെ കണ്ട് തിരിച്ചു പോകുന്നു. ഇപ്പൊ പൊങ്കാല അടിപൊളിയായിട്ട് തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണത്തെ പൊങ്കാല എങ്ങനെയുണ്ട് കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും? എല്ലാ പ്രാവശ്യം ആള് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ സ്ഥലത്തിന് പരിമിതിയുണ്ടല്ലോ. എന്നാലും ഇവിടെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പോലെ ഫുള്ള് തന്നെയാണ്. ഇനി ഇപ്രാവശ്യം നമ്മൾ ഇവിടെ അടുത്ത് താമസിക്കുന്ന മോര് ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളം, പിന്നെ ഊണ് നമ്മുടെ ഇവിടുത്തെ പൗരസമിതിക്കാർ എല്ലാവരും കൊടുക്കുന്നുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ല. വലിയ ചൂടായിട്ടില്ല. അതുകൊണ്ട് പിന്നെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ ഇത്തവണ ഉണ്ട് തോന്നുന്നു അല്ലേ? കാണണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് കണ്ണൂര്, കാസർഗോഡ് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇവിടെ മുമ്പിലിരിക്കുന്ന കുറെ പേർക്ക് കണ്ണൂരിൽ നിന്ന് വന്നവരാ. ഇപ്പൊ കേരളത്തിൽ നിന്ന് മാത്രമല്ല, അന്യ സംസ്ഥാനങ്ങളിൽ ഇനി കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ വന്നു തുടങ്ങുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് വിദേശികളൊക്കെ അവിടെ വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഉണ്ട്, വിദേശികൾ വരുന്നുണ്ട്. വിദേശികൾ കൂടുതലും അമ്പലം തൊഴുവാനാണ് വരുന്നത്. അപ്പൊ അല്ല, അവര് കുറച്ച് പേര് ഹിന്ദുമത വിശ്വാസി എന്നും പറഞ്ഞ് കുറെ പേര് ഹിന്ദു കൺവേർട്സും ഉണ്ട്. കുറെ പേരൊക്കെ തൊഴുന്നുണ്ട്. കൊട്ടാരത്തിൽ ഇത്തവണത്തെ പൊങ്കാല ആഘോഷങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ആഘോഷം ഇവിടെ അടുപ്പ് കൊളുത്ത് അമ്മയാണ് അടുപ്പ് കൊളുത്തുന്നത്. ഞങ്ങൾ ഇവിടെ പോയി അടുപ്പ് കൊളുത്തിട്ട് പിന്നെ ആൾക്കാരൊക്കെ കണ്ട് തിരിച്ചു പോകുന്നു. ഇപ്പൊ പൊങ്കാല അടിപൊളിയായിട്ട് തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണത്തെ പൊങ്കാല എങ്ങനെയുണ്ട് കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും? എല്ലാ പ്രാവശ്യം ആള് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ സ്ഥലത്തിന് പരിമിതിയുണ്ടല്ലോ. എന്നാലും ഇവിടെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പോലെ ഫുള്ള് തന്നെയാണ്. ഇനി ഇപ്രാവശ്യം നമ്മൾ ഇവിടെ അടുത്ത് താമസിക്കുന്ന മോര് ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളം, പിന്നെ ഊണ് നമ്മുടെ ഇവിടുത്തെ പൗരസമിതിക്കാർ എല്ലാവരും കൊടുക്കുന്നുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ല. വലിയ ചൂടായിട്ടില്ല. അതുകൊണ്ട് പിന്നെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ ഇത്തവണ ഉണ്ട് തോന്നുന്നു അല്ലേ? കാണണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് കണ്ണൂര്, കാസർഗോഡ് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇവിടെ മുമ്പിലിരിക്കുന്ന കുറെ പേർക്ക് കണ്ണൂരിൽ നിന്ന് വന്നവരാ. ഇപ്പൊ കേരളത്തിൽ നിന്ന് മാത്രമല്ല, അന്യ സംസ്ഥാനങ്ങളിൽ ഇനി കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ വന്നു തുടങ്ങുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് വിദേശികളൊക്കെ അവിടെ വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഉണ്ട്, വിദേശികൾ വരുന്നുണ്ട്. വിദേശികൾ കൂടുതലും അമ്പലം തൊഴുവാനാണ് വരുന്നത്. അപ്പൊ അല്ല, അവര് കുറച്ച് പേര് ഹിന്ദുമത വിശ്വാസി എന്നും പറഞ്ഞ് കുറെ പേര് ഹിന്ദു കൺവേർട്സും ഉണ്ട്. കുറെ പേരൊക്കെ തൊഴുന്നുണ്ട്. കൊട്ടാരത്തിൽ ഇത്തവണത്തെ പൊങ്കാല ആഘോഷങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ആഘോഷം ഇവിടെ അടുപ്പ് കൊളുത്ത് അമ്മയാണ് അടുപ്പ് കൊളുത്തുന്നത്. ഞങ്ങൾ ഇവിടെ പോയി അടുപ്പ് കൊളുത്തിട്ട് പിന്നെ ആൾക്കാരൊക്കെ കണ്ട് തിരിച്ചു പോകുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.